ആരുതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ദീപാവലിക്കായി ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ബോട്ടിൽ ആർട്സ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒന്നല്ല 3 വെറൈറ്റി ടൈപ്പ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് വരാം. ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്തെടുക്കുന്നത് ക്ലേ കൊണ്ടല്ല കേട്ടോ. ക്ലേ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മൈദ ഉണ്ടെങ്കിൽ മൈദ കുറച്ച് ഉപ്പും വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് ക്ലേ പോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ക്ലേ കൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ അതുപോലെയൊക്കെ നമുക്ക് മൈദ യൂസ് ചെയ്തിട്ടുള്ള ഈ മിക്സ് കൊണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ബോളാക്കി എടുത്തിട്ട് നമുക്കിതുപോലെ സ്ട്രോ കൊണ്ട് ആക്കിയാൽ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഫീൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റിക്കർ പോകാത്ത കുറച്ച് ഭാഗമുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വള്ളികൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ ഞാൻ ട്രൈ ചെയ്തു അവിടുത്തെ സ്റ്റിക്കർ പോകാനായിട്ട്, പക്ഷേ അവിടെ ശരിക്കും പോയി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതുവരെ ബോട്ടിൽ ആർട്സൊക്കെ ചെയ്തു വന്നപ്പോൾ ആദ്യം തന്നെ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവക്ക് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലേ ഒട്ടിച്ച് കൊടുത്ത് ആ ഒരു ഭാഗത്ത് മാത്രമാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇത് ബോട്ടിലല്ല കേട്ടോ, ഞാൻ ബൈ മിസ്റ്റേക്ക് ഇങ്ങനെ ബോട്ടിൽ പറഞ്ഞു പോയി. ഗ്ലാസ് ജാറിലാണ് നമ്മൾ ഫസ്റ്റത്തെ ആർട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ 2 സൈഡിൽ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഡാർക്ക് ഗ്രീനാണ് കൊടുത്തിരുന്നത്, പക്ഷേ പിന്നൊരു എന്താ പറയുക തികഞ്ഞില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ബ്ലാക്കിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഏത് കളർ ഡാർക്ക് കളർ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ബ്ലാക്കിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഒരു ആൻറ്റിക് ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ പേൾ മെറ്റാലിക് കളേഴ്സിൽ ബ്രോൺസ് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിങ് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, നമ്മൾ ക്ലേ മാത്രമല്ല ക്ലേ ഒട്ടിച്ചിട്ടുള്ള പോർഷൻ മൊത്തം പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആൻറ്റിക് ലുക്കിന് വേണ്ടി പേൾ മെറ്റാലിക് കളേഴ്സിൽ ബ്രോൺസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബോട്ടിലാട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ആൻറ്റിക് ലുക്കായിട്ടില്ലേ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ ബോട്ടിലാട്ടിലേക്ക് കിടക്കാം. ഈ ബോട്ടിലാണ് നമ്മൾ സെക്കൻഡ് ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ബാക്ക് സൈഡിലുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഇതിലൊട്ടിക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ മൈദ ക്ലേ കൊണ്ടുള്ള കുറേ വള്ളികളും ഫ്ലവേഴ്സും ലീവ്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വള്ളികളും ഫ്ലവേഴ്സും ലീവ്സൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ദീപാവലി സ്പെഷ്യലായിട്ടുള്ള ആ സംഭവം വരാൻ പോകുന്നത്. നല്ല കുഞ്ഞ് ക്യൂട്ട് ദിയാസ്, നമ്മുടെ നാട്ടിൽ ചിരാത് എന്നൊക്കെ പറയും. ഇതുപോലെ കുറച്ച് കുഞ്ഞ് ദിയാസ് നമ്മൾ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇനി ബോട്ടിലിൻ്റെ അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ദിയാസ് നമുക്ക് നോർമൽ ദിയാസിൻ്റെ ചിരാതിൻ്റെ ആ സൈസിൽ ആട്ട യൂസ് ചെയ്ത് തയ്യാറാക്കിയാൽ ഹോം മെയ്ഡ് ദിയാസ് നമുക്ക് വീട്ടിൽ തന്നെ ദീപങ്ങളൊക്കെ കത്തിച്ച് വെക്കാവുന്ന തരത്തിൽ. ഞാനത് 2 വർഷം മുമ്പ് ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാട്ടോ. ഇനി നമ്മൾ ഈ ക്ലേ ഒട്ടിച്ച് കൊടുത്ത ഭാഗം മുഴുവൻ ഇടയിൽ കുറച്ച് ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വിട്ടിട്ട് ഫസ്റ്റ് ബോട്ടിലായിട്ട് ചെയ്തെടുത്ത പോലെ തന്നെ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ദിയയ്ക്ക് ചിരാതിന് ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വൈറ്റ് അടിച്ച് കൊടുത്തോടത്തൊക്കെ പെയിൻറ്റ് ചെയ്യാം. ആദ്യം യെല്ലോ കളറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഞാൻ റെഡ് കളറിലേക്ക് മാറ്റി. അതിന് കാരണം വേറൊരു ഐറ്റം യെല്ലോ കളറിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫുള്ള് റെഡ് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഐറ്റം യെല്ലോ കളറിൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് കുമ്പളങ്ങയുടെ കുരുക്കളാണ്. ഇതൊരു ദീപം പോലെ ആ ചിരാതിൻ്റെ അവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലായിടത്തും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് യെല്ലോ കളർ, അതുകൊണ്ടാണ് ഞാൻ കളർ ചേഞ്ച് ചെയ്തത് കേട്ടോ, റെഡ് കളർ ആക്കിയത്. അപ്പോൾ നമ്മുടെ ദിയാസിലൊക്കെ ദീപം ഇരിക്കുന്ന പോലെയല്ലേ. ഇനി നമ്മൾ യെല്ലോ കളർ അതിന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലായിട്ട് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു റിച്ച് ലുക്കിന് വേണ്ടിയിട്ട് അത് ഓപ്ഷണലാണ് കേട്ടോ. വെൽ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡൻ പെയിൻറ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ബോട്ടിലിൽ നമ്മൾ ബ്രോൺസ് അപ്ലൈ ചെയ്ത് കൊടുത്ത പോലെ. അങ്ങനെ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ എന്ന് പറയുന്നു. ഇതിപ്പോൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലാട്ടിൻ്റെ ലുക്കും കൂടിയായി. ക്രിസ്മസിന് ഇതിലൊരു ക്യാൻഡിൽസും കൂടിയാണെങ്കിൽ ക്രിസ്മസിൻ്റെ ബോട്ടിലാട്ടുമായി. അപ്പോൾ നമ്മൾ ക്യാൻഡിൽസും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്യാൻഡിൽസ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നമ്മുടെ ഫസ്റ്റത്തെ ആൻറ്റിക് ബോട്ടിലാട്ടിൻ്റെ ഉള്ളിലും ക്യാൻഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാൻഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണണ്ടേ. ഒട്ടും സമയം കളയണ്ട, അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്രയോൺസ് ആണ്. ക്രയോൺസിൻ്റെ പേപ്പറൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു പഴയ പാത്രത്തിലെടുത്ത് ചൂടാക്കുക. അപ്പോൾ ഇത് ഉരുകി ഇതുപോലെ ഒരു മെഴുക് പരുവാകും. ഇനി ഇത് നമുക്ക് നമ്മൾ പഴയ പെയിൻറ്റിൻ്റെ ബോട്ടിൽ, കാലിയായ ബോട്ടിൽ കഴുകി വൃത്തിയാക്കിയിട്ട് തിരി ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് ഈ ഉരുക്കിയ വാക്സ് ഒഴിച്ചു കൊടുക്കാം, ക്രയോൺസ്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ റെഡിയായി. നമ്മുടെ 3 എണ്ണം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ സൈഡിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സൈഡിൽ 3 എണ്ണം അടുപ്പിച്ച് ഒട്ടിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ മറ്റേ സൈഡിലാണ് മറ്റേ വർക്കൊക്കെ ചെയ്ത് എടുക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം കൂടി ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ ബോട്ടിൽസ് മാത്രമല്ല, കുറച്ച് വള്ളികളും ലീവ്സൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കുറേ നേരമൊന്നും കത്തിച്ച് വയ്ക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ബോട്ടിൽസ്. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ ആ ഗ്ലൂ ഉരുകും, ആ ബോട്ടിലിൽ നിന്ന് താഴെ വീഴും. അതുമാത്രമല്ല, താഴെയുള്ളത് എത്തിക്കുമ്പോൾ മുകളിലേക്കും ചൂട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട്. ചുമ്മാ ഒരു കുറച്ച് നേരം ഒന്ന് ദീപം കത്തിക്കാമെന്ന് മാത്രം. ഇനി നമുക്ക് ക്ലേ ഒക്കെ കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലവറായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഉണക്കമുളകിൻ്റെ ഞെട്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കളറിങ്ങും ഫിനിഷായി. അങ്ങനെ നമ്മുടെ 3ാമത്തെ ബോട്ടിലാട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതോടൊപ്പം തന്നെ വാട്ടർ ക്യാൻഡിൽസിൻ്റെയും ദീപാവലി ദിയാസ്, ഹോം മെയ്ഡ് ദിയാസിൻ്റെയും ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡിൽ ഞാൻ ഇട്ടിരുന്ന വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതാണ്. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ദീപാവലി ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.